ആലപ്പുഴ അമ്പലപ്പുഴ കരൂരിൽ സുഹൃത്ത് കൊന്ന് കുഴിച്ചുമൂടിയ യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തു. കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ജയചന്ദ്രന്റെ വീടിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന് അറസ്റ്റിലായ പ്രതി മൊഴി നൽകി. ജയചന്ദ്രൻ ബസ്സിൽ ഉപേക്ഷിച്ച വിജയലക്ഷ്മിയുടെ ഫോണാണ് കേസിൽ നിർണായകമായത്. വിജയലക്ഷ്മിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ശരത് എസ് ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശരത്, ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയായോ? എന്തൊക്കെയാണ് അന്വേഷണ സംഘം നൽകുന്ന കൂടുതൽ വിവരങ്ങൾ? സുജയ, നിലവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഈ കൊലപാതകം ജയചന്ദ്രൻ ഒറ്റയ്ക്കാണോ നടത്തിയത് എന്നുള്ളതാണ്. അതായത് ജയചന്ദ്രന്റെ മൊഴി പ്രകാരം താൻ ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം നടത്തിയത്, പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ചായിരുന്നു ഇത്തരത്തിൽ വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ജയചന്ദ്രൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. ഇക്കാര്യം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘവും കണക്കാക്കുന്നത്. കാരണം മരണകാരണം തലക്കേറ്റ മർദ്ദനമാണോ അല്ലെങ്കിൽ അടിയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ അതിലൊരു വ്യക്തത വരും. മാത്രമല്ല, ഈ മൃതദേഹം മറവ് ചെയ്തതും താൻ ഒറ്റയ്ക്കാണ് എന്നുള്ളതായിരുന്നു ജയചന്ദ്രൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. അതായത് വീട്ടിൽ നിന്ന് കൊലപ്പെടുത്തിയ ശേഷം വലിച്ചിഴച്ചാണ് മൃതദേഹം വീട്ടിന് പുറകുവശത്തുള്ള ഒഴിഞ്ഞ പറമ്പിലേക്ക് എത്തിച്ചത്. ആ രീതിയിൽ വലിച്ചിഴച്ച സമയത്ത് ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഒരു വ്യക്തത വരുമെന്നുള്ളതാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. ഒപ്പം ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന കൂടി ഇന്ന് സ്ഥലത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ജയചന്ദ്രന് പുറമെ മറ്റാരെങ്കിലും സാന്നിധ്യം ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ജയചന്ദ്രൻ നൽകിയ മൊഴി പ്രകാരം മറ്റാരും കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘവും കണക്കാക്കുന്നത്. പക്ഷേ അത്തരം സംശയങ്ങൾ പോലീസിനുണ്ട്. കാരണം ഈ മരിച്ച വിജയലക്ഷ്മിയുടെ അത്യാവശ്യം ശരീരവണ്ണമുള്ള സ്ത്രീയാണ് വിജയലക്ഷ്മി. ആ രീതിയിൽ ജയചന്ദ്രൻ ഒറ്റയ്ക്ക് വരെ മരണശേഷം ഇത്തരത്തിൽ മറവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. പക്ഷേ അക്കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഏറെ നാടകീയമായ ഒരു സംഭവമായിരുന്നു രാവിലെ നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം വീടിന് സമീപത്തെ മറ്റൊരു നിർമ്മാണം നടക്കുന്ന വീട്ടിലായിരുന്നു ഈ മൃതദേഹം മറവ് ചെയ്തത്. ശരത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രതി ജയചന്ദ്രനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവ് എടുത്തിട്ടുണ്ട്. ഇനി ആ കൊലപാതകം എങ്ങനെയാണ് നടപ്പാക്കിയതെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടുതലായി നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ പങ്കുവയ്ക്കാം.